വെള്ളിയാങ്കലിലേക്ക് എം മുകുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല, പോവുകയുമില്ല. അത് എത്രയോ കാലമായിട്ട് മനസ്സിൽ കിടക്കുന്ന ഒരു സങ്കല്പമാണത്. മയ്യഴിപ്പുഴ തീരങ്ങളുടെ നോവൽ തന്നെ വെള്ളിയാങ്കൽ ഇല്ലെങ്കിൽ അത് ഞാൻ എഴുതില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്നെ ഞാനാക്കിയ ഒരു വലിയൊരു നോവലിന്റെ പശ്ചാത്തലമാണത്. അത് അവിടെ പോകരുത്, അതവിടെ കിടക്കട്ടെ. അതേ എനിക്കൊരു നിർബന്ധമായിരുന്നു. എന്നോട് പലരും, പല ചാനലുകാരൊക്കെ അവിടെ കൊണ്ടുപോയി ഒരുപാട് ശ്രമം നടത്തി. പക്ഷെ എനിക്കത് കാണണ്ട, അവിടെ പോകണ്ട, മനസ്സിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു സൗന്ദര്യം അങ്ങനെ നിൽക്കട്ടെ. അത് നമ്മൾ ഇപ്പൊ ദൈവത്തെ പോലെ വെക്കാറ്. ദൈവത്തെ നേരിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കണ്ടാൽ നമുക്ക് ഷോക്കായിരിക്കും. ദൈവത്തെ നേരിട്ട് കണ്ടാൽ നമ്മൾ ഷോക്കായിരിക്കില്ല. പക്ഷെ അതിങ്ങനെ കിടക്കട്ടെ, ദൂരെ എവിടെയോ ഉണ്ട് ദൈവം. പക്ഷെ കാണാൻ പറ്റും, ഇങ്ങനെ മനസ്സുകൊണ്ട് കാണാം. അതുപോലെ പിന്നെ അങ്ങനെയാണ് ഇപ്പം വെള്ളിയാങ്കല്ല് കാണാനും പറ്റുന്നില്ല. എന്റെ കുട്ടിക്കാലത്ത് അതൊരു നിഴല് പോലെ കടലില് ദൂരെ നമ്മൾ നോക്കിയാൽ ഒരു നിഴല് പോലെ ഇങ്ങനെ കാണാമായിരുന്നു. ഇപ്പോഴത് കാണുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ തിക്കോടി കടപ്പുറത്ത് നോക്കിയാല് കാണാൻ പറ്റും. അതിനൊരു നിഗൂഢത ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അതില്ലാതെയാവും വൈകാതെ. കാരണം ഇപ്പോഴവിടെ പോകാൻ കഴിയും, എളുപ്പത്തിൽ നമുക്ക് പോകാം, ബോട്ടിൽ പോവാം. അത് പിന്നെ അങ്ങനെ ആളുകൾ പോകാനുള്ളൊരു കാരണക്കാരൻ മുകുന്ദേട്ടനാ. നോവൽ വായിച്ചിട്ടാണ് ഒരുപാട് പേര് പോകുന്നുണ്ട്. ഞാൻ പക്ഷെ പോവില്ല, പോവില്ല തീരുമാനിച്ചിട്ടുണ്ട്. ആത്മാവായിട്ട് പോകും. ജീവിതം കഴിഞ്ഞാല് ആത്മാവായിട്ട് അവിടെ പോവാ, ശരീരം കൊണ്ട് പോകണ്ട. എന്നിട്ട് അവിടെ തുമ്പിയായി പാറി അങ്ങനെ പോകും.